നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഉടക്കി നിന്ന കെ.സി. വേണുഗോപാലും കെ മുരളീധരനും കൈകോർക്കുന്നു എന്നതാണ് കോൺഗ്രസിലെ പുതിയ വർത്തമാനം. കെ മുരളീധരന് ചില ഭാരവാഹികളെ നൽകാമെന്നും പഴയ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കെ മുരളീധരനുമായി അടുപ്പമുള്ള പലരും പഴയ ഭാരവാഹി ലിസ്റ്റിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഭാരവാഹി ലിസ്റ്റിൽ നിന്ന് ഒഴിവായിരുന്നു, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയിരുന്നു. ഏതായാലും ഇത്തവണ ഇനി അങ്ങനെ ഉണ്ടാവില്ല. പുതിയ ഭാരവാഹി ലിസ്റ്റിൽ കെ മുരളീധരന് വേണ്ടപ്പെട്ടവരെ ജനറൽ സെക്രട്ടറിയും ആക്കാമെന്നുള്ള ഒരു വാഗ്ദാനം കെ.സി. വേണുഗോപാൽ മുരളീധരന് നൽകി. അതുകൊണ്ട് കെ മുരളീധരനും കെ.സിയും തമ്മിൽ യോജിച്ചു എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ സത്യം അതല്ല, അല്ലെങ്കിൽ വസ്തുത അതല്ല എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന UDF സർക്കാരിൽ കെ മുരളീധരന് വളരെ മികച്ച ഒരു പദവി ഒഴിച്ചിട്ടുണ്ടത്രേ. അത്തരത്തിൽ ഒരു സൂചനയാണ് കോൺഗ്രസ് ഇന്ന് ലഭിക്കുന്നത്. കെ.സി. വേണുഗോപാൽ അത്തരത്തിലൊരു പദവി കെ മുരളീധരന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2026 UDF സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രി ആയാലും കെ മുരളീധരന് UDF സർക്കാരിൽ ഒരു പ്രധാന പദവി ഉണ്ടായിരിക്കും. അത് മന്ത്രി പദവിയാകാം, സ്പീക്കർ പദവിയാകാം, മറ്റെന്തെങ്കിലും പദവിയാകാം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പദവി കെ മുരളീധരന് കെ.സി. വേണുഗോപാൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കെ മുരളീധരനെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ കെ മുരളീധരൻ ഉടക്കി മാറി നിന്നാൽ വലിയ പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കുണ്ടാവും. കാരണം വിശ്വാസ സംരക്ഷണ ജാതിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ വിശ്വാസ സംരക്ഷണ ജാതിയുടെ പരിപാടിയിൽ നിന്ന് ജാഥ ക്യാപ്റ്റൻ എന്ന നിലയിൽ നിന്ന് താൻ മാറി നിൽക്കുന്നു, തനിക്ക് KPCC ഭാരവാഹി ലിസ്റ്റിൽ പ്രതിഷേധമുണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞ ഉടനെ തന്നെ വലിയ ഭൂകമ്പമാണ് ഈ പാർട്ടി ഉണ്ടായത്. കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രൗഡ് പുള്ളറാണ്. ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന അപൂർവം ചില കോൺഗ്രസ് നേതാക്കളെ ഇപ്പോൾ കേരളത്തിലുള്ളൂ. അതിലൊന്ന് കെ മുരളീധരനാണ്. അപ്പോൾ കെ മുരളീധരൻ വഴക്കടിച്ച് മാറി നിന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സാധ്യതകളെ അത് ഗുരുതരമായി ബാധിക്കുമെന്ന് കെ.സി. വേണുഗോപാലിന് അറിയാം. കാരണം കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ആൾ കൂടില്ലല്ലോ. ആൾ കൂടണമെങ്കിൽ മുരളീധരനെ പോലുള്ള ആളുകൾ ഇറങ്ങണം. കാരണം വലിയൊരു ക്രൗഡ് പുള്ളറാണ്, വലിയൊരു നേതാവാണ് അദ്ദേഹം. ഇത് ജനങ്ങൾക്ക് ബോധ്യവുമുണ്ട്. കാരണം കെ മുരളീധരന് ജനങ്ങൾക്കിടയിൽ ഒരു വിലയും നിലയും ഒക്കെ ഉണ്ട്. കാരണം വളരെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന നേതാവ് തന്നെയാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ കുറുക്കിക്കൊള്ളുന്ന ആരോപണങ്ങൾ പിണറായിക്കെതിരെയും ഇടതുമുന്നണിക്കെതിരെയും ഒക്കെ കുറുക്കിക്കൊള്ളുന്ന ആക്ഷേപശരങ്ങൾ എയ്യുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ, ഷാഫി പറമ്പലിനെയൊക്കെ പോലെ തന്നെ. അതുകൊണ്ട് കെ മുരളീധരനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കോൺഗ്രസിനെ കുറിച്ച് ഇനിയിപ്പോൾ ചിന്തിക്കാനേ വയ്യ കേരളത്തിൽ. ഇത് മനസ്സിലാക്കിയ കെ മുരളീധരൻ നന്നായിട്ടറിയാം തൻ്റെ വില കോൺഗ്രസിൽ എന്താണെന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, താൻ പറയുന്നവരെ KPCC ഭാരവാഹി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ, തനിക്ക് വരുന്ന UDF മന്ത്രിസഭയിൽ മികച്ചൊരു പദവി നൽകിയില്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്താനും ജനങ്ങളുടെ മുന്നിൽ വലിയ പ്രഭാഷണങ്ങൾ നടത്താനും പ്രസംഗം വിടുകൊണ്ട് ജനങ്ങളെ കോരിത്തെരിപ്പിക്കാനും പിണറായിക്കെതിരെ ആക്ഷേപശരങ്ങൾ ചെയ്യാനും ഒന്നും ഞാനുണ്ടാകില്ല. നിങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ട് പോയിക്കോളൂ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കണം, എൻ്റെ ആളുകളെ ഞാൻ പറയുന്നിടത്ത് വയ്ക്കണം. ഇത് സമ്മതമാണോ എന്നുള്ള ചോദ്യമാണ് കെ മുരളീധരൻ കെ.സി. വേണുഗോപാലിൻ്റെ നേരെ ഉയർത്തിയത്. അത് സമ്മതമാണോ എന്നുള്ള ഒറ്റ വാക്കിൽ കെ.സി. വേണുഗോപാൽ ഉത്തരം നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരകനായിട്ട് കെ മുരളീധരൻ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഭരണം ലഭിച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിയോ അല്ലെങ്കിൽ സ്പീക്കർ പോലുള്ള ഒരു ഉന്നത പദവിയോ അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ.സി. വേണുഗോപാൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്താണ് കെ മുരളീധരനെ ഈ പാർട്ടിയിൽ ഇപ്പോൾ നിലനിർത്തുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹം വിശ്വാസ സംരക്ഷണ റാലിയിലേക്ക് അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ ആ പരിപാടി തന്നെ ഒന്നുമല്ലാതെ പ്രഭ മങ്ങിപ്പോകുമായിരുന്നു. ആ പ്രഭ മങ്ങിപ്പോകാതെ, വെളിച്ചം മങ്ങിപ്പോകാതെ ആ പരിപാടിയെ ഊർജ്ജസ്വലമാക്കി നിർത്തിയത് കെ മുരളീധരൻ്റെ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് കെ മുരളീധരൻ പറയുന്ന കാര്യം ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിന് വരുന്ന UDF സർക്കാരിൽ വളരെ മികച്ച പദവി തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് കെ.സി. വേണുഗോപാൽ നൽകിയിട്ടുണ്ടത്രേ. അതുകൊണ്ട് തന്നെ കെ.സിയും മുരളിയും ഇപ്പോൾ ഒന്നായി കഴിഞ്ഞു എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്.